ഹലോ എവരിവൺ. അപ്പോൾ നമ്മുടെ RRB NTPC എക്സാമിന് വേണ്ടിയിട്ട് ഓൾറെഡി സ്ട്രാറ്റജിക്കയുടെ ഒരു ക്ലാസ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് സ്ട്രാറ്റജിക്കയുടെ രണ്ടാമത്തെ ക്ലാസ് ആണ്. ഓക്കെ, അപ്പം ആ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കണക്റ്റഡ് ഫാക്റ്റുകളെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് സെക്കൻഡ് ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, അപ്പം NTPCയുടെ തന്നെ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് താഴെ ഷിഫ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ദെൻ നമുക്ക് നോക്കാം, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യാസ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ്. സ്റ്റാച്യു ഓഫ് യൂണിറ്റി ലൊക്കേറ്റ് ചെയ്യുന്നത് ഏത് സ്റ്റേറ്റിലാണ്? സ്റ്റാച്യു ഓഫ് യൂണിറ്റി ലൊക്കേറ്റ് ചെയ്യുന്നത് ഏത് സ്റ്റേറ്റിലാണ്? സ്റ്റാച്യു ഓഫ് യൂണിറ്റി ലൊക്കേറ്റ് ചെയ്യുന്നത് ഏത് സ്റ്റേറ്റിലാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ ഗുജറാത്തിലാണ്. ഓക്കെ, ഈ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയെ ബേസ് ചെയ്തിട്ട് കുറേ ക്വസ്റ്റ്യൻസ് എക്സാമിന് വന്നിട്ടുണ്ട്. അപ്പൊ അതെല്ലാം ഓരോ പോയിന്റ്സ് ആക്കി ഞാൻ പറഞ്ഞുതരാം. അത് നോട്ട് ചെയ്തേക്കുക, അത് പഠിച്ചേക്കുക. ഓക്കെ, അപ്പം സ്റ്റാച്യു ഓഫ് യൂണിറ്റി എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? അതിന് ആൻസർ ഗുജറാത്തിലാണ്. ഇനി സ്റ്റാച്യു ഓഫ് യൂണിറ്റി ആരുടെയാണെന്ന് ചോദിച്ചാലോ അതിന് ആൻസർ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെതാണ് കേട്ടോ. സ്റ്റാച്യു ഓഫ് യൂണിറ്റി ആരുടെയാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ സർദാർ വല്ലഭായ് പട്ടേലിന്റെ സ്റ്റാച്യു ആണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി. ഓക്കെ, സ്റ്റാച്യു ഓഫ് യൂണിറ്റി ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ഗുജറാത്തിലാണ്. ഈ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ഹൈറ്റ് എത്രയാണെന്ന് ഡയറക്ട്ലി എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. 182 മീറ്റർ ആണ്. ഓക്കെ, സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ഹൈറ്റ് എത്രയാണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. എത്രയാണ്? 182 മീറ്റർ ആണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ആരുടെയാണ്? സർദാർ വല്ലഭായ് പട്ടേലിൻ്റെതാണ്. ഇനി ഈ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ആർക്കിടെക്ട് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതിന് ആൻസർ റാം വി സുധർ ആണ് കേട്ടോ. സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ആർക്കിടെക്ട് ആരാണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതിന് ആൻസർ ആരാണ്? റാം വി സുധർ ആണ്. ഒരു തവണ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഇനാഗുറേറ്റ് ചെയ്ത വർഷം ക്വസ്റ്റ്യൻ ആയിട്ട് വന്നു. എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 2018 ഒക്ടോബർ 31 ഓക്കെ, 2018 ഒക്ടോബർ 31 സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഇനാഗുറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഈ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ലൊക്കേറ്റ് ചെയ്യുന്നത് ഗുജറാത്തിലാണെന്ന് പറഞ്ഞല്ലോ. ഗുജറാത്തിൽ എവിടെയാണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. നർമ്മദ ഡിസ്ട്രിക്റ്റിലാണ്. ഓക്കെ, സ്റ്റാച്യു ഓഫ് യൂണിറ്റി ലൊക്കേറ്റ് ചെയ്യുന്നത് ഗുജറാത്തിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ നർമ്മദ ഡിസ്ട്രിക്റ്റിലാണ്. ഓക്കെ, സ്റ്റാച്യു ഓഫ് യൂണിറ്റി ലൊക്കേറ്റ് ചെയ്യുന്നത് ഗുജറാത്തിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ നർമ്മദ ഡിസ്ട്രിക്റ്റിലാണ്. ഓക്കെ, ഇനി നർമ്മദ ഡിസ്ട്രിക്റ്റിൽ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെവാഡിയയിലാണ് കേട്ടോ. കെവാഡിയ എവിടെയാണ്? കെവാഡിയ. ഈ കെവാഡിയ എന്ന് പറയുന്ന പ്ലേസിന്റെ നെയിം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കെവാഡിയ എന്ന് പറയുന്ന പ്ലേസിന്റെ നെയിം ചേഞ്ച് ചെയ്ത് റീസെന്റ്ലി ഏകതാ നഗർ എന്നാക്കിയിട്ടുണ്ട് കേട്ടോ. അതുകൂടി അറിഞ്ഞിരിക്കുക. കാരണം ഇങ്ങനെ പ്ലേസിന്റെ ഒക്കെ പേര് ചേഞ്ച് ചെയ്യുന്നത് നോർമലി നമ്മുടെ എക്സാംസിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്. ഓക്കെ, അപ്പൊ കെവാഡിയ എന്ന് പറയുന്നതിന്റെ പേര് മാറ്റി എന്താക്കിയിട്ടുണ്ട്? ഏകതാ നഗർ എന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ അടുത്തത് ഈ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ലൊക്കേറ്റ് ചെയ്യുന്ന ഐലൻഡ് ഏതാണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ, സ്റ്റാച്യു ഓഫ് യൂണിറ്റി ലൊക്കേറ്റ് ചെയ്യുന്ന ഐലൻഡ് ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ സാധുബെറ്റ് ഐലൻഡ് ആണ് കേട്ടോ. സ്റ്റാച്യു ഓഫ് യൂണിറ്റി ലൊക്കേറ്റ് ചെയ്യുന്ന ഐലൻഡ് ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ സാധുബെറ്റ് ഐലൻഡ്. അതുപോലെ തന്നെ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് സാധുബെറ്റ് ഐലൻഡ് ഏത് സ്റ്റേറ്റ് ആണെന്ന്. സാധുബെറ്റ് ഐലൻഡ് ഏത് സ്റ്റേറ്റ് ആണ്? സാധുബെറ്റ് ഐലൻഡ് ഗുജറാത്ത് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. സ്റ്റാച്യു ഓഫ് യൂണിറ്റി ലൊക്കേറ്റ് ചെയ്യുന്ന എവിടെയാണ്? ഗുജറാത്തിലാണ്. സ്റ്റാച്യു ഓഫ് യൂണിറ്റി ആരുടെയാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ സർദാർ വല്ലഭായ് പട്ടേൽ. സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ഹൈറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ 182 മീറ്റർ ആണ്. സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ആർക്കിടെക്ട് ആരാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ റാം വി സുധർ ആണ്. സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഇനാഗുറേറ്റ് ചെയ്യുന്നത് 2018 ഒക്ടോബർ 31 ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് ഗുജറാത്തിലെ നർമ്മദ ഡിസ്ട്രിക്റ്റിലാണ്. എവിടെയാണ്? കെവാഡിയയിൽ. കെവാഡിയയുടെ പേര് മാറ്റി എന്താക്കി ഓർക്കുക? ഏകതാ നഗർ ആക്കിയെന്ന് ഓർക്കുക. സ്റ്റാച്യു ഓഫ് യൂണിറ്റി ലൊക്കേറ്റ് ചെയ്യുന്ന ഐലൻഡ് ആണ് പക്ഷേ എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നെങ്കിൽ അതിന് ആൻസർ എന്താണ്? സാധുബെറ്റ് ഐലൻഡ് ആണ് കേട്ടോ. സ്റ്റാച്യു ഓഫ് യൂണിറ്റി ലൊക്കേറ്റ് ചെയ്യുന്ന ഐലൻഡ് ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ എന്താണ്? സാധുബെറ്റ് ഐലൻഡ് ആണ് കേട്ടോ. സ്റ്റാച്യു ഓഫ് യൂണിറ്റി ലൊക്കേറ്റ് ചെയ്യുന്ന ഐലൻഡ് ഏതാണ്? സാധുബെറ്റ് ഐലൻഡ് ആണ്. അപ്പോൾ ഈ പറഞ്ഞ പോയിന്റ്സ് പല പല എക്സാമിന് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ഓരോ ക്വസ്റ്റ്യൻസാ. സോ ഇനി സ്റ്റാച്യു ഓഫ് യൂണിറ്റി ബേസ് ചെയ്തും ചോദിക്കാനുള്ള പ്രോബബിലിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ് കൂടിയാണ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് ക്ലിയർലി ക്വസ്റ്റ്യൻ അങ്ങ് പഠിച്ചേക്കുക.
ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. ദ പുലിറ്റ്സർ അവാർഡ്സ് അഡ്മിനിസ്ട്രേറ്റഡ് ബൈ. ഈ പുലിറ്റ്സർ അവാർഡ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്ന ആരാണ്? പുലിറ്റ്സർ പ്രൈസ് അല്ലെങ്കിൽ പുലിറ്റ്സർ അവാർഡ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത് ആരാണ്? അങ്ങനെ വെച്ചാൽ അതിന് ആൻസർ കൊളംബിയ യൂണിവേഴ്സിറ്റി ആണ് കേട്ടോ. ഓക്കെ, പുലിറ്റ്സർ പ്രൈസ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത് കൊളംബിയ യൂണിവേഴ്സിറ്റി. ഓക്കെ, പുലിറ്റ്സർ പ്രൈസ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത് കൊളംബിയ യൂണിവേഴ്സിറ്റി എവിടെയാണ്? ന്യൂയോർക്കിലാണ് കേട്ടോ. പുലിറ്റ്സർ പ്രൈസ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത് കൊളംബിയ യൂണിവേഴ്സിറ്റി, ന്യൂയോർക്ക്. ഈ പുലിറ്റ്സർ പ്രൈസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത വർഷം എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. പുലിറ്റ്സർ പ്രൈസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത വർഷം 1970 കേട്ടോ. പുലിറ്റ്സർ പ്രൈസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത വർഷം എന്താണെന്ന് വെച്ചാൽ അതിന് ആൻസർ 1970 പുലിറ്റ്സർ പ്രൈസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഏതൊക്കെ ഫീൽഡിലാണ് പുലിറ്റ്സർ പ്രൈസ് നൽകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ മാഗസീൻ ഫീൽഡിൽ നൽകുന്നുണ്ട്, അതുപോലെ ജേർണലിസം ഫീൽഡിൽ നൽകുന്നുണ്ട്, അതുപോലെ തന്നെ ലിറ്ററേച്ചർ ഫീൽഡിൽ നൽകുന്നുണ്ട്. ഓക്കെ, ലിറ്ററേച്ചറിന്റെ ഫീൽഡിൽ നൽകുന്നുണ്ട്, അതുപോലെ മ്യൂസിക്കൽ കോമ്പോസിഷന്റെ ഫീൽഡിലും എന്ത് നൽകുന്നുണ്ട്? പുലിറ്റ്സർ പ്രൈസ് നൽകുന്നുണ്ട്. ഓക്കെ, മ്യൂസിക്കൽ കോമ്പോസിഷൻ. ഓക്കെ, അപ്പോൾ മാഗസീനില്, ജേർണലിസത്തില്, ലിറ്ററേച്ചറില്, അതുപോലെ മ്യൂസിക്കൽ കോമ്പോസിഷൻ, ഈ 4 ഫീൽഡിലുമാണ് എന്ത് നൽകുന്നത്? പുലിറ്റ്സർ പ്രൈസ് നൽകുന്നത്. അപ്പോൾ പുലിറ്റ്സർ പ്രൈസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ് 1970 അറിയാം. പുലിറ്റ്സർ പ്രൈസ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത് ന്യൂയോർക്കിലെ കൊളംബിയ യൂണിവേഴ്സിറ്റി ആണെന്നറിയാം. ഏതൊക്കെ ഫീൽഡിൽ കൊടുക്കുന്നു എന്ന് ഇപ്പൊ നമുക്കറിയാം. ഓക്കെ, ഈ പുലിറ്റ്സർ പ്രൈസ് ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ ആരാണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ഇന്ത്യൻ ടു ഗെറ്റ് പുലിറ്റ്സർ പ്രൈസ്. ഈ പുലിറ്റ്സർ പ്രൈസ് ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ഗോവിന്ദ് ബെഹാരി ലാൽ ആണ് കേട്ടോ. പുലിറ്റ്സർ പ്രൈസ് ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ ആരാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ഗോവിന്ദ് ബെഹാരി ലാൽ ആണ്. ഈ ഗോവിന്ദ് ബെഹാരി ലാലിന് പുലിറ്റ്സർ പ്രൈസ് ലഭിക്കുന്ന വർഷം എന്നാണെന്നും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അത് 1937 എന്നാണ് 1937. അപ്പൊ ഈ ഒരു ക്വസ്റ്റിനെ പറ്റി പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓക്കെ ആണോ? പുലിറ്റ്സർ പ്രൈസ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത് കൊളംബിയ യൂണിവേഴ്സിറ്റി, ന്യൂയോർക്ക് ആണ്. പുലിറ്റ്സർ പ്രൈസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത വർഷം എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ 1970 ഏതൊക്കെ ഫീൽഡിലാണ് പുലിറ്റ്സർ പ്രൈസ് നൽകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ മാഗസിൻ, ജേർണലിസം, ലിറ്ററേച്ചർ ആൻഡ് മ്യൂസിക്കൽ കോമ്പോസിഷൻ. ഓക്കെ, ദെൻ പുലിറ്റ്സർ പ്രൈസ് ആദ്യമായിട്ട് ലഭിക്കുന്ന ഇന്ത്യക്കാരൻ ആരാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ഗോവിന്ദ് ബെഹാരി ലാൽ ആണ്. ഏത് വർഷമാണെന്ന് വെച്ചാൽ അതിന് ആൻസർ 1937 ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കാമല്ലോ. ഈ ഒരു ക്വസ്റ്റിനെ ബേസ് ചെയ്ത് ഐ കണക്റ്റഡ് ആയിട്ട് പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്തേക്ക് കേട്ടോ. എപ്പോഴും നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇത് എത്രയാണോ ക്ലാസ്സിന്റെ ടൈം ഡ്യൂറേഷൻ ആ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ജസ്റ്റ് നോട്ട് കൂടി ആഡ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കാം. എന്തിനാണ് അങ്ങനെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സാമിന് മുന്നേ ജസ്റ്റ് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നോട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങളെ ജസ്റ്റ് ഒരു റെഡിങ് കൊടുക്കി ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കുക. കാരണം നമുക്ക് എക്സാമിന് മുന്നേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ മാത്രം ഒന്ന് സെലക്ട് ചെയ്ത് വായിക്കാനായിട്ട് പറ്റും. ഓക്കെ, കാരണം എന്ന് വെച്ചാൽ നമുക്ക് പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ പഠിക്കും മറക്കും. സ്വാഭാവികമായിട്ടും കുറേ പഠിച്ച കാര്യങ്ങൾ നമ്മൾ മറന്നു പോകും അല്ലേ. പക്ഷേ നമുക്ക് എക്സാമിന് മുന്നേ എല്ലാം ഓർമ്മയിൽ വരുത്താൻ വേണ്ടിയിട്ട് ഹൈലൈറ്റ് ചെയ്ത് വെച്ച കാര്യങ്ങൾ മാത്രം ആ ടൈമിൽ നോക്കുക. ഒരു തവണ 2 തവണ പഠിക്കുന്നു, റിവൈസ് ചെയ്യുന്നു, റിവിഷൻ ഉണ്ട്. റിവിഷൻ്റെ കൂടെ എക്സാമിന് പോകുന്നതിന് മുന്നേ എല്ലാം കൂടി പിന്നെ വായിക്കാൻ നിൽക്കണ്ട. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഹൈലൈറ്റ് ചെയ്തത് മാത്രം ആ ടൈമിൽ വായിച്ചിട്ട് പോയാൽ മതി. ഓക്കെ, അത് നമുക്ക് ഓപ്ഷൻ കാണുമ്പോൾ കൺഫ്യൂഷൻ ഇല്ലാതെ ആൻസർ അങ്ങനെ സോൾവ് ചെയ്യാനും പറ്റും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. പാട്ന കലാം ഈസെ. പാട്ന കലാം എന്ന് പറഞ്ഞാൽ എന്താണ്? പാട്ന കലാം എന്ന് പറഞ്ഞാൽ ഒരു പെയിന്റിംഗ് ആണ് കേട്ടോ. പാട്ന കലാം എന്ന് പറയുന്നത് എന്താണ്? പാട്ന കലാം എന്ന് പറയുന്നത് ഒരു പെയിന്റിംഗ് ആണ്. പെയിന്റിംഗ് ആണ് എന്ത്? പാട്ന കലാം എന്ന് പറയുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് പെയിന്റിങ്ങുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അവിടെ എല്ലാ പെയിന്റിങ്ങും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ചുകൂടെ പെയിന്റിങ്, കുറച്ചുകൂടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കണ്ട കുറച്ചുകൂടെ പെയിന്റിങ് ഇപ്പം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ കജാലി പെയിന്റിങ്. ഓക്കെ, എക്സാമിന് ചോദിച്ചിട്ടുള്ള പല എക്സാമിന് ചോദിച്ചിട്ടുള്ള പെയിന്റിങ്സ് മാത്രം കണക്ട് ചെയ്താണ് ഈ പറയുന്നത്. സോ പഠിക്കുന്ന സമയത്ത് ഇതിനകത്ത് ഒന്നും സ്കിപ്പ് ചെയ്ത് പഠിക്കാൻ പാടില്ല. അപ്പോൾ കജാലി പെയിന്റിങ്, ഫാഡ് പെയിന്റിങ്,
മന്ദാന പെയിന്റിങ്. കജാലി പെയിന്റിങ്, ഫാഡ് പെയിന്റിങ്, മന്ദാന പെയിന്റിങ്. ഇത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത് ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ ഫാഡ് പെയിന്റിങ് ആണ്. ഓക്കെ, അപ്പൊ കജാലി പെയിന്റിങ്, ഫാഡ് പെയിന്റിങ്, അതുപോലെ തന്നെ മന്ദാന പെയിന്റിങ്. ഓക്കെ, കജാലി പെയിന്റിങ്, ഫാഡ് പെയിന്റിങ്, മന്ദാന പെയിന്റിങ് എവിടെയാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ രാജസ്ഥാനിലാണ് കേട്ടോ. എവിടെയാണ്? രാജസ്ഥാനിലാണ്. ഓക്കെ, കജാലി പെയിന്റിങ്, ഫാഡ് പെയിന്റിങ്, മന്ദാന പെയിന്റിങ് എവിടെയാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ രാജസ്ഥാനിലാണ്. ഓക്കെ, ആദിയ പെയിന്റിങ്ങും പിത്തോറ പെയിന്റിങ്ങും എവിടെയാണെന്ന് അറിയണം കേട്ടോ. ആദിയ പെയിന്റിങ്ങും അതുപോലെ തന്നെ പിത്തോറ പെയിന്റിങ്ങും. ആദ്യ പെയിന്റിങ്ങും പിത്തോറ പെയിന്റിങ്ങും എവിടെയാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ ഗുജറാത്തിലാണ് കേട്ടോ. ആദ്യ പെയിന്റിങ്ങും പിത്തോറ പെയിന്റിങ്ങും എവിടെയാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ ഗുജറാത്തിലാണ്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ പൈഡ്കർ പെയിന്റിങ്ങും ജഡോബാഡിയ പെയിന്റിങ്ങും. ഓക്കെ, പൈഡ്കർ പെയിന്റിങ്ങും ജഡോബാഡിയ പെയിന്റിങ്ങും. ഓക്കെ, പൈഡ്കർ പെയിന്റിങ്ങും ജഡോബാഡിയ പെയിന്റിങ്ങും ഇത് രണ്ടും എവിടെയാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ ജാർഖണ്ഡിലാണ് കേട്ടോ. ഓക്കെ, പൈഡ്കർ പെയിന്റിങ്ങും ജഡോബാഡിയ പെയിന്റിങ്ങും എവിടെയാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ എവിടെയാണ്? ജാർഖണ്ഡിലാണ്. കജാലി പെയിന്റിങ് രാജസ്ഥാൻ ആണെന്ന് അറിയാലോ. അതുപോലെ തന്നെ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് കസൂട്ടി പെയിന്റിങ് കേട്ടോ. കജാലി പെയിന്റിങ് രാജസ്ഥാൻ, കസൂട്ടി പെയിന്റിങ് ആണെങ്കിൽ കസൂട്ടി പെയിന്റിങ് കർണാടകയാണ് കേട്ടോ. കജാലി പെയിന്റിങ് രാജസ്ഥാൻ, കസൂട്ടി പെയിന്റിങ് എവിടെയാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ കർണാടകയുമാണ്. ഓക്കെ, ദെൻ പിന്നീട് നമ്മൾ നോക്കേണ്ടത് പട്ടുവ പെയിന്റിങ്. ഓക്കെ, പട്ടുവ പെയിന്റിങ്, കാലിഘട്ട് പെയിന്റിങ്, അതുപോലെ അൽപ്പാന പെയിന്റിങ്. ഓക്കെ, അൽപ്പാന, പട്ടുവ പെയിന്റിങ്, കാലിഘട്ട് പെയിന്റിങ്, അൽപ്പാന. പട്ടുവ, കാലിഘട്ട്, അൽപ്പാന. ഇതിൽ കാലിഘട്ട് എന്ന് കണ്ടപ്പോഴേ നിങ്ങൾക്ക് ചിലപ്പോൾ ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. എന്തുകൊണ്ടാ? കാലിഘട്ട് ടെമ്പിൾ എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ. കാലിഘട്ട് ടെമ്പിൾ എവിടെയാണ്? വെസ്റ്റ് ബംഗാളിലാണ്. അപ്പൊ അവിടെ തന്നെയാണ് പട്ടുവയും കാലിഘട്ടും അൽപ്പാന പെയിന്റിങ്ങും എവിടെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ വെസ്റ്റ് ബംഗാളിലാണ്. കഴിഞ്ഞില്ല ചെറിയാൽ പെയിന്റിങ്. ഓക്കെ, ചെറിയാൽ പെയിന്റിങ്. ചെറിയാൽ പെയിന്റിങ് എവിടെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ തെലുങ്കാനയിലാണ് കേട്ടോ. ചെറിയാൽ പെയിന്റിങ് എവിടെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ചെറിയാൽ പെയിന്റിങ് എവിടെയാണ്? തെലുങ്കാനയിലാണ്. എനിക്ക് തോന്നുന്നു ഫുൽക്കാരി പെയിന്റിങ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. ഫുൽക്കാരി പെയിന്റിങ്, ഫുൽക്കാരി പെയിന്റിങ് എവിടെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ പഞ്ചാബിലാണ്. ഗോണ്ട് പെയിന്റിങ്. ഓക്കെ, ഗോണ്ട് പെയിന്റിങ് എവിടെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ മധ്യപ്രദേശിൽ. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരുന്നു അല്ലെ. ഒന്നുകൂടെ ഞാൻ ഒന്ന് റിവൈസ് ചെയ്ത് തരാം. ഇപ്പൊ എല്ലാം മൊത്തത്തിൽ കൊളാടി കിടക്കുമായിരിക്കും. ഒന്നുകൂടെ ഓർഡറിൽ പറഞ്ഞ് സെറ്റ് ചെയ്ത് തരാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് പാട്ന കലാം എന്ന് പറഞ്ഞാൽ എന്താണ് പാട്ന കലാം? അതൊരു പെയിന്റിംഗ് ആണ്. ഓക്കെ, ഈ പാട്ന കലാം പെയിന്റിങ് സിമ്പിൾ ആയിട്ട് പറയാം. എവിടെയാ? അത് ബീഹാറിലാണ്. ഓക്കെ, പാട്ന കലാം പെയിന്റിങ് എവിടെയാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ എന്താണ്? ബീഹാറിലാണ്. ഇനി നമുക്ക് പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ക്ലിയർലി നോക്കാം. കസൂട്ടി പെയിന്റിങ്. ഓക്കെ, കസൂട്ടി പെയിന്റിങ് എവിടെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ കർണാടകയിലാണ്. ഓക്കെ, കസൂട്ടി പെയിന്റിങ് എവിടെയാണ്? കർണാടകയിലാണ്. പൈഡ്കർ പെയിന്റിങ്ങും ജഡോബാഡിയ പെയിന്റിങ്ങും എവിടെയാണ്? ജാർഖണ്ഡിലാണ്. ഏതൊക്കെയാ? പൈഡ്കർ പെയിന്റിങ്ങും ജഡോബാഡിയ പെയിന്റിങ്ങും രണ്ടും എവിടെയാണ്? ജാർഖണ്ഡിലാണ്. പട്ടുവ പെയിന്റിങ്, കാലിഘട്ട് പെയിന്റിങ്, അൽപ്പാന പെയിന്റിങ് ഏതൊക്കെയാ? പട്ടുവ, കാലിഘട്ട്, അൽപ്പാന പെയിന്റിങ് എവിടെയാണ്? വെസ്റ്റ് ബംഗാളിലാണ്. ചെറിയാൽ പെയിന്റിങ് എവിടെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ തെലുങ്കാന. ആദിയ പിത്തോറ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ഗുജറാത്ത്. ദെൻ കജാലി പെയിന്റിങ്, ഫാഡ് പെയിന്റിങ്, മന്ദാന പെയിന്റിങ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാലോ അത് രാജസ്ഥാനിലാണ്. ഫുൽക്കാരി പെയിന്റിങ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചാബില്. ഗോണ്ട് പെയിന്റിങ് എവിടെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ മധ്യപ്രദേശിലുമാണ്. അതും ഓക്കെ ആണല്ലോ. ഓക്കെ, നമുക്ക് ഇത്തരം കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ കൂടെ നോട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോട്ടെ. Who is the author of the book titled Dreams from My Father? ആരുടെ ബുക്കാണെന്നറിയാമോ? ഡ്രീംസ് ഫ്രം മൈ ഫാദർ എന്നുള്ളത് ആരുടെ ബുക്കാണെന്നറിയാമോ? ഡ്രീംസ് ഫ്രം മൈ ഫാദർ എന്നുള്ളത് ചോദിക്കും. ഇനി റിപ്പീറ്റ് വരുവേ. ഡ്രീംസ് ഫ്രം മൈ ഫാദർ. ബുക്സ് ആൻഡ് ഓതേഴ്സിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇല്ലെങ്കിലും ബട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. നമുക്ക് ആ ഒരു ഏരിയ സ്കിപ്പ് ചെയ്ത് കളയാൻ പറ്റൂല. ഓക്കെ,
അപ്പോൾ നമ്മുടെ ഡ്രീംസ് ഫ്രം മൈ ഫാദർ എന്നുള്ള ബുക്ക് ആരുടെയാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ ബരാക് ഒബാമയുടെയാണ് കേട്ടോ, ബരാക് ഒബാമ. ഓക്കെ, ഇതുപോലെ തന്നെ ബരാക് ഒബാമയുടെ ഒരു ബുക്കാണ് ദ ഒഡാസിറ്റി ഓഫ് ഹോപ്പ്. ഓക്കെ, ദ ഒഡാസിറ്റി ഓഫ് ഹോപ്പ്. ഓക്കെ, ദ ഒഡാസിറ്റി ഓഫ് ഹോപ്പ് എന്നുള്ള ബുക്കും ആരുടെയാണ്? ബരാക് ഒബാമയുടെയാണ്. ഓക്കെ, ദെൻ നമ്മുടെ ജവഹർലാൽ നെഹ്റുവിന്റെ ബുക്ക് അറിയാമോ? അത് പക്ഷേ ഇതില് ഇപ്പൊ നടന്നല്ലേ, ഇപ്പൊ ലേറ്റസ്റ്റ് നടന്ന ഫേസ് 12 എക്സാമിന് ചോദിച്ചതാണ് കേട്ടോ. ജവഹർലാൽ നെഹ്റുവിന്റെ ഒരു ബുക്ക്, ജവഹർലാൽ നെഹ്റുവിന്റെ ബുക്ക് ലെറ്റേഴ്സ് ഫ്രം എ ഫാദർ ടു ഹിസ് ഡോട്ടർ എന്നാണ് കേട്ടോ. ലെറ്റേഴ്സ് ഫ്രം എ ഫാദർ ടു ഹിസ് ഡോട്ടർ എന്നാണ് കേട്ടോ. ലെറ്റേഴ്സ് ഫ്രം എ ഫാദർ, ലെറ്റേഴ്സ് ഫ്രം എ ഫാദർ ടു ഹിസ് ഡോട്ടർ. ലെറ്റേഴ്സ് ഫ്രം എ ഫാദർ ടു ഹിസ് ഡോട്ടർ എന്നുള്ള ബുക്ക് ആരുടേതാണ്? നമ്മുടെ നെഹ്റുവിന്റെ ബുക്കാണ്, ജവഹർലാൽ നെഹ്റുവിന്റെ ബുക്കാണ് ഇത്. ലെറ്റേഴ്സ് ഫ്രം എ ഫാദർ ടു ഹിസ് ഡോട്ടർ എന്നുള്ളത് ആരുടേതാണ്? ജവഹർലാൽ നെഹ്റുവിന്റെ ബുക്കാണ്. അതുപോലെ തന്നെ ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ, അതും മോസ്റ്റ് റിപ്പീറ്റഡ് ആണ്. ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ. ഓക്കെ, ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ, ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്നുള്ളതും ആരുടേതാണ്? ജവഹർലാൽ നെഹ്റുവിന്റെ ബുക്കാണ്. ദ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി. ഓക്കെ, ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി, ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി. ഓക്കെ, ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി, ഇതും ആരുടെ ബുക്കാണ്? ജവഹർലാൽ നെഹ്റുവിന്റെ ബുക്കാണ്. അപ്പൊ ജവഹർലാൽ നെഹ്റുവിന്റെ 3 ബുക്കുകൾ ഏതൊക്കെയാ? ലെറ്റേഴ്സ് ഫ്രം എ ഫാദർ ടു ഹിസ് ഡോട്ടർ, ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ, ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി. 3 ബുക്കുകൾ ഏതൊക്കെയാണ്? ലെറ്റേഴ്സ് ഫ്രം എ ഫാദർ ടു ഹിസ് ഡോട്ടർ, ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ ആൻഡ് ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി. ഈ 3 ബുക്കും ആരുടേതാണ്? ഈ 3 ബുക്കും ജവഹർലാൽ നെഹ്റുവിന്റെ ബുക്കാണ്. 3ഉം എക്സാം പോയിന്റ് ഓഫ് വ്യൂല് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ സ്ലൈഡിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പറയുന്നു. എന്താണ്? ഡ്രീംസ് ഫ്രം മൈ ഫാദർ എന്നുള്ളതും ദ ഒഡാസിറ്റി ഓഫ് ഹോപ്പ് എന്നുള്ളതും ബരാക് ഒബാമയുടെ ബുക്കാണ്. ലെറ്റേഴ്സ് ഫ്രം എ ഫാദർ ടു ഹിസ് ഡോട്ടർ എന്നുള്ള ബുക്ക്, അതുപോലെ തന്നെ ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ബുക്ക്, ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എന്ന് പറയുന്ന ബുക്ക്, ഇതെല്ലാം ആരുടെയാണ്? ജവഹർലാൽ നെഹ്റുവിന്റെ ബുക്കാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ. DRDO എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം, DRDO എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം അറിയണം. 1958 എന്നാണ് DRDO എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം? 1958 ഓക്കെ, DRDO എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1958. അതുപോലെ തന്നെ അറിയണം ISRO എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം 1969. CISF സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം 1969. CRPF എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം 1939. ഓക്കെ, ഇനി ഒരു 2 ക്വസ്റ്റ്യൻസ് കൂടി പറഞ്ഞുതരാം. നമ്മുടെ RRB കഴിഞ്ഞ തവണ നടക്കുന്നത് 133 ഷിഫ്റ്റുകളിലായിട്ടല്ലേ, അപ്പൊ അതിൽ ചോദിച്ച ഒരു 2 ക്വസ്റ്റ്യൻസ് കൂടി പറഞ്ഞുതരാം. ഇയേഴ്സ്. ഓക്കെ, WWW വേൾഡ് വൈഡ് വെബ് ഓക്കെ ഇൻവെന്റ് ചെയ്ത വർഷം എന്നാണ്? അത് 1989. വേൾഡ് വൈഡ് വെബ് ഇൻവെന്റ് ചെയ്ത വർഷം എന്നാണ്? 1989 ഇൻവെന്റ് ചെയ്യുന്നത്. ENIAC ഓക്കെ, ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇന്റഗ്രേറ്റർ ആൻഡ് കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇന്റഗ്രേറ്റർ ആൻഡ് കമ്പ്യൂട്ടർ. ENIAC എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം എന്നാണ്? എന്നറിയാമോ? ENIAC എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം അത് 1943 കേട്ടോ. ENIAC എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം എന്നാണ്? 1943 ENIAC എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതും ഓർക്കുക ഇതിന്റെ കൂട്ടത്തില്. അപ്പൊ ISRO ആണെങ്കിൽ 1969, CISF ആണെങ്കിൽ 1969, CRPF ആണെങ്കിൽ 1939, WWW ആണെങ്കിൽ 1989, ENIAC ആണെങ്കിൽ 1943. അതും ക്ലിയർ ആണല്ലോ. ഓക്കെ, then we go to next question. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫേമസ് ആയിട്ടുള്ള ആളാണ് അല്ലേ? പണ്ഡിറ്റ് ബിർജു മഹാരാജ് വാസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡാൻസ്.
പണ്ഡിറ്റ് ബിർജു മഹാരാജ് ഉണ്ടല്ലോ, പണ്ഡിറ്റ് ബിർജു മഹാരാജ് ഏത് ഡാൻസ് ഫോമുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? ഓക്കെ, പണ്ഡിറ്റ് ബിർജു മഹാരാജ് ഏത് ഡാൻസ് ഫോമുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു വെച്ചാൽ അതിന് ആൻസർ എന്താണ്? ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ഇപ്പം റീസെന്റ് നടക്കുന്ന എക്സാംസിന് എല്ലാം ചോദിക്കാറുണ്ട് ഇല്ലേ? ഡാൻസ് ഫോംസും അവരുമായിട്ട് ഡാൻസ് ഫോം പേഴ്സണാലിറ്റീസും അവരുമായിട്ട് റിലേറ്റ് ചെയ്ത ഡാൻസ് ഫോമും. ഓക്കെ, അപ്പൊ ക്ലിയർലി പഠിച്ചു വെച്ചോ, പണ്ഡിറ്റ് ബിർജു മഹാരാജ് കഥക് ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. പണ്ഡിറ്റ് ബിർജു മഹാരാജിന് സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിച്ച വർഷം അത് 1964-ലാണ്. ഓക്കെ, പണ്ഡിറ്റ് ബിർജു മഹാരാജിന് സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിക്കുന്ന വർഷം എന്നാണ്? 1964-ലാണ്. പണ്ഡിറ്റ് ബിർജു മഹാരാജിന് പത്മവിഭൂഷൺ ലഭിക്കുന്ന വർഷം എന്നാണ്? അത് 1980-ലാണ്. ഓക്കെ, പണ്ഡിറ്റ് ബിർജു മഹാരാജ് കഥക്കുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. പണ്ഡിറ്റ് ബിർജു മഹാരാജിന് സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിക്കുന്ന വർഷം എന്നാണ്? 1964-ലും. പത്മവിഭൂഷൺ ലഭിക്കുന്ന വർഷം എന്നാണ്? അത് 1980-ലുമാണ്. ഓക്കെ, പണ്ഡിറ്റ് ബിർജു മഹാരാജ് കഥക്കുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. പണ്ഡിറ്റ് ബിർജു മഹാരാജിന് സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിക്കുന്ന വർഷം 1964-ലും പത്മവിഭൂഷൺ ലഭിക്കുന്ന വർഷം എന്നാണ്? അത് 1980-ലുമാണ്. ഓക്കെ, കഥക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മുടെ എക്സാമിന് ചോദിക്കുന്ന കുറച്ച് പേരുകൾ കൂടി പറഞ്ഞുതരാം. ശംഭു മഹാരാജ് കേട്ടോ, ശംഭു മഹാരാജ് കഥക്കുമായിട്ട് റിലേറ്റ് ചെയ്ത പേഴ്സൺ ആണ്. ശോഭന നാരായൺ അറിയാമോ? ശോഭന നാരായൺ കഥക്കുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു കേട്ടോ. ശംഭു മഹാരാജ് കഥക്കുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ശോഭന നാരായണൻ കഥക്കുമായിട്ട് റിലേറ്റ് ചെയ്ത പേഴ്സൺ ആണ്. കാരണം ഇവരെയൊക്കെ ഡയറക്ട്ലി ചോദിക്കും. ജസ്റ്റ് പേര് അറിഞ്ഞിട്ട് നമുക്ക് വേഗത്തിൽ മാർക്ക് സ്കോർ ചെയ്യാം. ശോഭന നാരായൺ റിലേറ്റഡ് ടു വിച്ച് ഡാൻസ്, അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരിക. സോ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ ശോഭന നാരായൺ കഥക്കുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ശംഭു മഹാരാജ് കഥക്കുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ദെൻ കുമുഡിനി ലാഗിയ കഥക്കാണ്. ഓക്കെ, കുമുഡിനി ലാഗിയ കഥക്കാണ്. കൽക്ക പ്രസാദ് കഥക്കാണ്. ഓക്കെ, ഏതാണ്? കൽക്ക പ്രസാദ് കഥക്കാണ്. പ്രസാദ് കഥക്ക്. അപ്പൊ ഈ 4 പേര് തൽക്കാലം ഓർത്ത് വെക്കാം. ഈ 4 പേരല്ല കേട്ടോ, ഇനിയുണ്ട്. അപ്പൊ അതെന്ത് ചെയ്യാം? ബാക്കിയുള്ളവരെ ഞാൻ ഇനി വരുന്നതനുസരിച്ചിട്ട്, അതായത് ബാക്കി പേഴ്സൺസിന് നമുക്ക് ഇനിയും ക്ലാസ്സുകൾ ഉണ്ടല്ലോ, അപ്പൊ ആ ക്ലാസ്സിൽ ബാക്കി കൂടെ ഞാൻ പറഞ്ഞുതരാം. കാരണം എല്ലാം കൂടെ പഠിച്ചാൽ ചിലപ്പോൾ ടോട്ടലി എന്ത് ചെയ്യും? ക്ലാഷ് ആയി പോകും. സോ ഇത്രയും കാര്യങ്ങൾ ക്ലിയർലി അങ്ങ് പഠിച്ചേക്കാം. പണ്ഡിറ്റ് ബിർജു മഹാരാജ് കഥക് ഡാൻസ് ഫോമുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. പണ്ഡിറ്റ് ബിർജു മഹാരാജിന് സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിക്കുന്ന വർഷം 1964-ലും പത്മവിഭൂഷൺ ലഭിക്കുന്ന വർഷം 1980-ലുമാണ്. ദെൻ ശംഭു മഹാരാജ്, ശോഭന നാരായൺ, കുമുഡിനി ലാഗ്യ, കൽക്ക പ്രസാദ് ഇവരെല്ലാം എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? കഥക് ഡാൻസ് ഫോമുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഓക്കെ, which traveler from Uzbekistan visited India in the 11th century? Which traveler from Uzbekistan visited India in the 11th century? അപ്പോൾ 11th സെഞ്ചുറിയിൽ 11ാമത്തെ സെഞ്ചുറിയിൽ ഉസ്ബെക്കിസ്ഥാനിൽ നിന്നും ഇന്ത്യ വിസിറ്റ് ചെയ്ത ട്രാവലർ ആരാണ്? നല്ലൊരു ക്വസ്റ്റ്യൻ കേട്ടോ. ഇത് ഈ ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് വിസിറ്റ് ചെയ്ത ട്രാവലർ ആണെന്ന് ചോദിച്ചിട്ട് ഞാൻ അധികം കണ്ടിട്ടില്ല. ഈ ക്വസ്റ്റ്യൻ അങ്ങനെ അധികം റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടില്ല. കാരണം ഉസ്ബെക്കിസ്ഥാനിലുള്ള ട്രാവലർ ആരാണെന്ന് അധികം ചോദിച്ച് കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ, എപ്പോഴും ചോദിക്കുന്നതാണ് ഇബൻ ബത്തൂത്ത. ഇബൻ ബത്തൂത്ത എന്ന് പറയുമ്പോൾ മൊറോക്കൻ ട്രാവലർ ആണ്. ഇത് മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. മൊറോക്കോ. ഓക്കെ, മൊറോക്കൻ ട്രാവലർ ആണ് ആര്? ഇബൻ ബത്തൂത്ത. ഇത് മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇത് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല, ഇത് അങ്ങനെ ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനിയും റിപ്പീറ്റ് ചെയ്യാനുള്ള പ്രോബിലിറ്റി കൂടുതലാണ്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് 11th സെഞ്ചുറിയിൽ ഇന്ത്യ വിസിറ്റ് ചെയ്യുന്ന ട്രാവലർ ആണ് ആര്? അൽബെറൂണി. ആരാണ്? അൽബെറൂണിയാണ് കേട്ടോ. 11th സെഞ്ചുറി പറയുമ്പോൾ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ 11th സെഞ്ചുറിയിൽ ഇന്ത്യ വിസിറ്റ് ചെയ്യുന്ന ട്രാവലർ ആണ്, ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് ഇന്ത്യ വിസിറ്റ് ചെയ്യുന്ന ട്രാവലർ ആണ് ആരെന്ന് പറയുന്നത്? അൽബെറൂണി എന്ന് പറയുന്നത്. മറക്കണ്ട, ഇബൻ ബത്തൂത്ത എന്ന് പറയുമ്പോൾ മൊറോക്കൻ ട്രാവലർ ആണെന്ന് കൂടി ഓർത്തിരിക്കുക. ഓക്കെ, which tribe celebrated Baguriya festival? ബാഗുറിയ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏത് ട്രൈബൽ ഗ്രൂപ്പാണ്? അതാണ് ക്വസ്റ്റ്യൻ. ബാഗുറിയ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏത് ട്രൈബൽ ഗ്രൂപ്പാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ബില്ലാണ് കേട്ടോ.
ഓക്കെ, ബാഗോറിയ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏത് ട്രൈബൽ ഗ്രൂപ്പ് ആണെന്ന് വെച്ചാൽ അതിന് ആൻസർ ബിൽ ട്രൈബ് ആണ്. ഓക്കെ, ബാഗോറിയ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏത് ട്രൈബൽ ഗ്രൂപ്പ് ആണെന്ന് വെച്ചാൽ അതിന് ആൻസർ ബിൽ ട്രൈബ് ആണ്. ഓക്കെ, ബാഗോറിയ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏത് ട്രൈബൽ ഗ്രൂപ്പ് ആണ്? ബിൽ ട്രൈബ് ആണ് ബാഗോറിയ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ ബാഗോറിയ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ബാഗോറിയ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ബിൽ ട്രൈബ് ആണെന്ന് പറഞ്ഞു. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ഇനി ക്വസ്റ്റ്യൻ വരുന്നത്. ഇനി ക്വസ്റ്റ്യൻ വരുന്നത് ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും, ബാഗോറിയ ഫെസ്റ്റിവൽ ബിൽ ട്രൈബ്സ് സെലിബ്രേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഏത് സ്റ്റേറ്റിലാണ് ബാഗോറിയ ഫെസ്റ്റിവൽ ബിൽ ട്രൈബ്സ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? സോ അതുകൂടി നമ്മൾ ക്ലിയർലി അറിയണം. ബാഗോറിയ ഫെസ്റ്റിവൽ ബിൽസ് ട്രൈബ് സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? മധ്യപ്രദേശിലാണ് കേട്ടോ. ഓക്കെ, ബാഗോറിയ ഫെസ്റ്റിവൽ ബിൽസ് ട്രൈബ് സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? മധ്യപ്രദേശിലാണ്. മധ്യപ്രദേശിലുള്ളൊരു 3 ഡാൻസ് കൂടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. മധ്യപ്രദേശിലുള്ളൊരു 3 ഡാൻസ് ഫോം ആണേ. മത്കി ഡാൻസ് ഫോം. ഈ മത്കി ഡാൻസ് ഫോമിലാണ് ഒരു എർത്തോൺ പോട്ടൊക്കെ തലയിൽ വെച്ചിട്ട് പെർഫോം ചെയ്യുന്ന ഡാൻസ് ആണ് ഏതെന്ന് പറയുന്നത്? മത്കി ഡാൻസ് എന്ന് പറയുന്നത്. ഈ മത്കി എന്ന് പറഞ്ഞാൽ എർത്തോൺ പോട്ട് എന്നുള്ള മീനിങ്ങും ഉണ്ട്. അപ്പൊ എർത്തോൺ പോട്ട് മത്കീസ് എന്ന് പറഞ്ഞാൽ എർത്തോൺ പോട്ട്സ്. അപ്പൊ എർത്തോൺ പോട്ട്സ് ഹെഡിൽ വെച്ചിട്ട് പെർഫോം ചെയ്യുന്ന ഡാൻസ് ആണ് ഏതെന്ന് പറയുന്നത്? മത്കി ഡാൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജവാര ഡാൻസ്. ഓക്കെ, ജവാര ഡാൻസും എവിടെയാണ്? അതും മധ്യപ്രദേശിലാണ്. അതുപോലെ തന്നെയാണ് എന്താണെന്നറിയാമോ? അതുപോലെ തന്നെയാണ് ഫുൾപതി ഡാൻസ്. ഓക്കെ, അതുപോലെ തന്നെയാണ് എന്ത്? ഫുൾപതി ഡാൻസ്. ഓക്കെ, അതുപോലെ തന്നെയാണ് ഫുൾപതി ഡാൻസ്. ഫുൾപതി ഡാൻസും എവിടെയാണ്? അതും മധ്യപ്രദേശിലാണ്. ഓക്കെ, അപ്പോ എന്താണ്? ബാഗോറിയ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏത് സ്റ്റേറ്റിലാണ്? മധ്യപ്രദേശിലാണ്. ഏത് ട്രൈബ്? ബിൽ ട്രൈബ് അല്ലെ? ദെൻ മധ്യപ്രദേശിലെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നോക്കേണ്ട 3 ഡാൻസ് ഫോം ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. മത്കി, ജവാര ആൻഡ് ഫുൾപതി. മത്കി, ജവാര ആൻഡ് ഫുൾപതി. ഓക്കെ ആണല്ലോ? ഓക്കെ, name the Indian scientist who shared the Nobel Prize for Medicine and Physiology in 1968 for cracking the genetic code. ജനറ്റിക് കോഡിന്റെ ക്രാക്കിങ്ങിന് വേണ്ടിയിട്ട് 1968 വർഷം ഇമ്പോർട്ടന്റ് ആണ്. മെഡിസിൻ ഏത് ഫീൽഡാണെന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. നോബൽ പ്രൈസ് ലഭിക്കുന്നത് ആർക്കാണ്? അതാണ് ക്വസ്റ്റ്യൻ. 1968 1968 മെഡിസിൻ ഫീൽഡിൽ നോബൽ പ്രൈസ് ലഭിക്കുന്നത് ആർക്കാണ്? ഇത് ഓൾറെഡി നമ്മൾ തന്നെ NDPC സീരീസിൽ തന്നെ ആദ്യത്തെ ഒരു ക്ലാസ്സിൽ നോബൽ പ്രൈസ് എടുത്തിട്ടുണ്ട്. അതൊന്ന് കാണാൻ ശ്രമിക്കുക കേട്ടോ. അത് എക്സാമിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം അതിൽ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പം നമ്മൾ നോബൽ പ്രൈസിനെ പറ്റിയുള്ള ബേസിക് ഫാക്ടുകളെല്ലാം അതിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ 1968 നോബൽ പ്രൈസ് മെഡിസിനിൽ ലഭിക്കുന്നത് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ ഹർഗോബിന്ദ് ഖൊറാന. ഓക്കെ, 1968 മെഡിസിന് നോബൽ പ്രൈസ് ലഭിക്കുന്നത് ആർക്കാണ്? ഹർഗോബിന്ദ് ഖൊറാന. ഓക്കെ, 1968 മെഡിസിന് നോബൽ പ്രൈസ് ലഭിക്കുന്നത് ആർക്കാണ്? ഹർഗോബിന്ദ് ഖൊറാനയ്ക്കാണ്. ഓക്കെ, 1968 മെഡിസിന് നോബൽ പ്രൈസ് ലഭിക്കുന്ന ആർക്കാണ്? ഹർഗോബിന്ദ് ഖൊറാന. ഓക്കെ, CV രാമന്. ഓക്കെ, 1 സെക്കൻഡ്. CV രാമൻ അല്ലേ? CV രാമന് ഫിസിക്സിന് നോബൽ പ്രൈസ് ലഭിക്കുന്ന വർഷം. ഓക്കെ, CV രാമന് ഫിസിക്സിന് നോബൽ പ്രൈസ് ലഭിക്കുന്ന വർഷം എന്നാണ്? അത് 1930 എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൽ ഒന്നാണ് കേട്ടോ. CV രാമന് ഫിസിക്സിന് നോബൽ പ്രൈസ് ലഭിക്കുന്ന വർഷം എന്നാണ്? 1930 മദർ തെരേസയ്ക്ക് നോബൽ പ്രൈസ് ലഭിക്കുന്ന വർഷം എന്നാണ്? മദർ തെരേസയ്ക്ക് പീസിൽ നോബൽ പ്രൈസ് ലഭിക്കുന്ന വർഷം എന്നാണ്? അത് 1979 മദർ തെരേസയ്ക്ക് പീസിൽ ലഭിക്കുന്നത് എന്നാണ്? 1979 അമർത്യ സെന് എക്കണോമിക്സിന് നോബൽ പ്രൈസ് ലഭിക്കുന്നത് എന്നാ? അമർത്യ സെൻ. ഓക്കെ, അമർത്യ സെന് എക്കണോമിക്സിന് നോബൽ പ്രൈസ് ലഭിക്കുന്നത് എന്നാണ്? അമർത്യ സെന് എക്കണോമിക്സിന് നോബൽ പ്രൈസ് ലഭിക്കുന്നത് 1998 ദെൻ കൈലാഷ് സത്യാർത്ഥിക്ക് പീസിന് നോബൽ പ്രൈസ് ലഭിക്കുന്നു.
2014. സോ ഈ 4 വർഷം കൂടി ഒന്ന് കണക്ട് ചെയ്തൊന്ന് ഓർത്തിരിക്കാം. അപ്പൊ പറഞ്ഞെന്താണ്, നോബൽ പ്രൈസ് 1968 മെഡിസിന് ലഭിക്കുന്നത് ആർക്കാണ്? ഹർഗോബിന്ദ് ഖൊറാനയ്ക്കാണ്. ദെൻ CV രാമന് ഫിസിക്സിന് 1930 ലഭിക്കുന്നുണ്ട്. ദെൻ മദർ തെരേസയ്ക്ക് പീസിന് എന്നാ ലഭിക്കുന്നത്? അത് 1979. അമർത്യ സെന് എക്കണോമിക്സിനാണെങ്കിൽ 1998 ലഭിക്കുന്നു. ദെൻ കൈലാഷ് സത്യാർത്ഥിക്ക് പീസിൽ 2014 നോബൽ പ്രൈസ് ലഭിക്കുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് 10th ക്വസ്റ്റ്യൻ നോക്കിയാലോ നമുക്ക്. വെയിറ്റിംഗ് ഫോർ എ വിസ ഈസ് ഹൂസ് ഓട്ടോബയോഗ്രഫി? ആരുടെ ഓട്ടോബയോഗ്രഫിയാണ് വെയിറ്റിംഗ് ഫോർ എ വിസ എന്ന് പറയുന്നത്? ഓക്കെ, വെയിറ്റിംഗ് ഫോർ എ വിസ എന്നുള്ളത് ആരുടെ ഓട്ടോബയോഗ്രഫിയാണ്? വെയിറ്റിംഗ് ഫോർ എ വിസ. ഇത് റിപ്പീറ്റഡ് ആണ് കേട്ടോ. ഇത് എല്ലാ എക്സാമിനും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വെയിറ്റിംഗ് ഫോർ എ വിസ എന്നുള്ളത് BR അംബേദ്കറിന്റെ ആണ് കേട്ടോ. ഓക്കെ, ആരുടെയാണ്? BR അംബേദ്കറിന്റെ ആണ്. വെയിറ്റിംഗ് ഫോർ എ വിസ എന്നുള്ളത് ആരുടെ ഓട്ടോബയോഗ്രഫിയാണ്? BR അംബേദ്കറിൻ്റെതാണ്. ഈ BR അംബേദ്കറിന്റെ തന്നെ ബുക്കാണ് അനിഹിലേഷൻ ഓഫ് കാസ്റ്റ്. ഓക്കെ, അനിഹിലേഷൻ ഓഫ് കാസ്റ്റ്. അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്നുള്ളതും ദ ബുദ്ധ ആൻഡ് ഈസ് ധമ്മ. ആ 2 ബുക്ക് കൂടെ ഓർത്തിരുന്നു കേട്ടോ. ദ ബുദ്ധ ആൻഡ് ഈസ് ധമ്മ. ദ ബുദ്ധ ആൻഡ് ഈസ് ധമ്മ. അനിഹിലേഷൻ ഓഫ് കാസ്റ്റും ദ ബുദ്ധ ആൻഡ് ഈസ് ധമ്മ. ഇത് രണ്ടും ആരുടേതാണ്? ഇതും ആരുടേതാണ്? BR അംബേദ്കറിൻ്റെതാണ്. അപ്പൊ വെയിറ്റിംഗ് ഫോർ എ വിസ എന്നുള്ളത് BR അംബേദ്കറിൻ്റെത്. അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്നുള്ളതും ദ ബുദ്ധ ആൻഡ് ഈസ് ധമ്മ എന്നുള്ളതും ആരുടേതാണ്? BR അംബേദ്കറിൻ്റെതാണ്. വെയിറ്റിംഗ് ഫോർ എ വിസ എന്നുള്ളത് BR അംബേദ്കർ. അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്നുള്ളത് BR അംബേദ്കർ. ദ ബുദ്ധ ആൻഡ് ഈസ് ധമ്മ എന്നുള്ളതും ആരുടെയാണ്? അതും BR അംബേദ്കറിന്റെ ബുക്കാണ്. ഓക്കെ, the Burlough Award is given for outstanding work in the field of. ഇത് നമുക്ക് നോർമൻ ബർലോഗിനെ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് തന്നെ ഇതിന് ആൻസർ എന്ത് ചെയ്യാൻ പറ്റും? കൃത്യമായിട്ട് അറിയാൻ പറ്റും അല്ലേ? ബൊർലോഗ് അവാർഡ് അല്ലേ? ബൊർലോഗ് അവാർഡ് അഗ്രികൾച്ചർ ആൻഡ് എൻവയോൺമെന്റ് ഫീൽഡിൽ നൽകുന്ന അവാർഡാണ് എന്ന് പറയുന്നത് ബൊർലോഗ് അവാർഡ് എന്ന് പറയുന്നത്. ഈ ബൊർലോഗ് അവാർഡ് ജസ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം കൂടി ഓർത്തിരിക്കാം. 1972 കേട്ടോ. ബൊർലോഗ് അവാർഡ് എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം എന്നാണ്? 1972 ബൊർലോഗ് അവാർഡ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ബൊർലോഗ് അവാർഡ് ഏത് ഫീൽഡുമായിട്ട് ബൊർലോഗ് അവാർഡ് ഏത് ഫീൽഡുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ എന്താണ്? അഗ്രികൾച്ചർ ആൻഡ് എൻവയോൺമെന്റ്. അടുത്ത ക്വസ്റ്റ്യൻ ഓക്കെ. ശ്രീ ഗുരു ഗോവിന്ദ് സിംഗ് ജി ഫൗണ്ടഡ് കൽസ പന്ത്. സിഖുകാരുടെ ഒരു റിലീജിയസ് ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ ആണ് ഗുരു ഗോവിന്ദ് സിംഗ് കൽസ പന്ത്. ഓക്കെ, ഗുരു ഗോവിന്ദ് സിംഗ് കൽസ പന്ത് ഫൗണ്ട് ചെയ്ത വർഷം എന്നാണ്? അതാണ് ക്വസ്റ്റ്യൻ. ഗുരു ഗോവിന്ദ് സിംഗ് കൽസ പന്ത് ഫോം ചെയ്ത വർഷം 1699 ഓക്കെ. സിഖുകാരുടെ ഒരു റിലീജിയസ് കമ്മ്യൂണിറ്റി ആണ് എന്ത്? കൽസ പന്ത് എന്ന് പറയുന്നത്. സിഖുകാരുടെ ഒരു റിലീജിയസ് കമ്മ്യൂണിറ്റി ആണ് എന്ത്? കൽസ പന്ത്. ഈ കൽസ പന്ത് ഫോം ചെയ്ത വർഷം എന്നാണ്? 1699 ഓക്കെ. അപ്പൊ 1699 സിഖുകാരുടെ റിലീജിയസ് കമ്മ്യൂണിറ്റി ആയിട്ടുള്ള കൽസ പന്ത് ഫോം ചെയ്തത് ആരാണ്? അത് ഗുരു ഗോവിന്ദ് സിംഗ് ആണ്. ഓക്കെ, അപ്പൊ 1699 ഗുരു ഗോവിന്ദ് സിംഗ് ആണ് എന്ത് ഫോം ചെയ്ത്? കൽസ പന്ത് ഫോം ചെയ്തത്. അപ്പൊ 1699 കൽസ പന്ത് എന്ന് പറയുന്നത് സിഖുകാരുടെ റിലീജിയസ് കമ്മ്യൂണിറ്റി ആണ്. ഇത് ഫോം ചെയ്യുന്നത് ആരാണ്? ഗുരു ഗോവിന്ദ് സിംഗ് ആണ്. അപ്പൊ ഒരു തവണ നമ്മുടെ എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നത് ഇങ്ങനെയാണ്. 1699 ഗുരു ഗോവിന്ദ് സിംഗ് കൽസ പന്ത് ഫോം ചെയ്തു. ഈ ഇവന്റിനെ കോമമറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പഞ്ചാബിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽ ഏതാണ്? ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. 1699 ഗുരു ഗോവിന്ദ് സിംഗ് കൽസ പന്ത് ഫോം ചെയ്തു. ഈ ഇവന്റിനെ കോമമറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പഞ്ചാബിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽ ഏതാണ്? ഏതാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ബൈശാഖി ഫെസ്റ്റിവൽ ആണ് കേട്ടോ. 1699 ഗുരു ഗോവിന്ദ് സിംഗ് കൽസ പന്ത് ഫോം ചെയ്തു. ഈ ഇവന്റിനെ കോമമറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പഞ്ചാബിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽ ഏതാണ്? ബൈശാഖി ഫെസ്റ്റിവൽ ആണ്.
ബൈശാഖി ഫെസ്റ്റിവലിനെ ബേസ് ചെയ്ത് വീണ്ടും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ബൈശാഖി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്ന മന്ത് എന്താണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അത് ഏപ്രിൽ മന്തിലാണ്. ഓക്കെ, ബൈശാഖി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്ന മന്ത് എന്താണ്? അത് ഏപ്രിൽ മന്തിലാണ് ബൈശാഖി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു തവണ ക്വസ്റ്റ്യൻ ആയിട്ട് കണ്ടത് 1919 1919 നമുക്കറിയാം 1919 ഏപ്രിൽ 13 ആയിരുന്നു അല്ലേ ജാലിയൻ വാലാബാഗ് മസാക്കർ. ഈ ജാലിയൻ വാലാബാഗ് മസാക്കർ നടക്കുന്ന ടൈമിൽ പഞ്ചാബിൽ സെലിബ്രേറ്റ് ചെയ്ത ഫെസ്റ്റിവൽ ഏതാണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഏതാണ്? ബൈശാഖി ഫെസ്റ്റിവൽ ആണ്. അപ്പോൾ ബൈശാഖി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്ന എവിടെയാണ്? പഞ്ചാബിലാണ്. ഓക്കെ, 1699 ഗുരു ഗോവിന്ദ് സിംഗ് കൽസ പന്ത് ഫോം ചെയ്തു. ഈ ഇവന്റിനെ കോമറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പഞ്ചാബില് ബൈശാഖി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ബൈശാഖി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏപ്രിൽ മന്ത്. ക്വസ്റ്റ്യൻ ഡയറക്ട്ലി വന്നിട്ടുണ്ട്. ദെൻ 1919 ഏപ്രിൽ 30 ജാലിയൻ വാലാബാഗ് മസാക്കർ നടക്കുന്ന ടൈമിൽ പഞ്ചാബിൽ ഏത് ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നു വെച്ചാൽ അതിനും ആൻസർ എന്ത് തന്നെയാണ്? ബൈശാഖി ഫെസ്റ്റിവൽ തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Where is the headquarters of Geological Survey of India? Geological Survey of Indiaയുടെ headquarters എവിടെയാണ്? Geological Survey of Indiaയുടെ headquarters എവിടെയാണ്? അറിയാമോ? Geological Survey of Indiaയുടെ headquarters എവിടെയാണ്? ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ്? കൊൽക്കത്തയിലാണ് കേട്ടോ. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? കൊൽക്കത്ത. ഓക്കെ, ദെൻ NTPCക്ക് തന്നെ 2020 ലാസ്റ്റ് നടന്ന NTPC അത് കുറച്ച് ടൈം എടുത്തിട്ടാണ് നടന്നത്, കാരണം കോവിഡ് ഒക്കെ കാരണം. അപ്പോൾ ആ ഒരു ടൈം പീരീഡിൽ അത് ലാസ്റ്റ് നടന്ന NTPCക്ക് ചോദിച്ചിട്ടുള്ള 2 കാര്യങ്ങൾ കൂടി ഞാൻ പറഞ്ഞുതരാം. സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്, സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും അതുപോലെ തന്നെ സെൻട്രൽ പൊട്ടറ്റോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാ? സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ എവിടെയാണ്? ലക്നൌവിലാണ്. ഓക്കെ, സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ലക്നൌവിലാണ്. സെൻട്രൽ പൊട്ടറ്റോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? അത് ഷിംലയിലാണ് കേട്ടോ. സെൻട്രൽ പൊട്ടറ്റോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? എവിടെയാണ് പൊട്ടറ്റോ? ഷിംലയിലാണ്. പിന്നെ അതുപോലെ തന്നെ സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ഓക്കെ, സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അതും കഴിഞ്ഞ് NTPCക്ക് ചോദിച്ചതാണ്. അതെവിടെയാണ്? കൊൽക്കത്ത തന്നെയാണ് കേട്ടോ. സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, സെൻട്രൽ പൊട്ടറ്റോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, അപ്പൊ തൽക്കാലം ഇത് നോക്കുക. ഇനിയും കുറച്ച് ഹെഡ്ക്വാർട്ടേഴ്സ് പറയാനുണ്ട്, അത് നമ്മൾ വരുന്ന ക്ലാസ്സിൽ അതുകൂടി നമുക്ക് ക്ലിയർലി പഠിക്കാം. ഓക്കെ, അപ്പൊ നമ്മളിവിടെ പഠിച്ചത് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ എവിടെയാണ്? കൊൽക്കത്തയിലാണ്. ഓർക്കുക, ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് കൊൽക്കത്ത, സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും എവിടെയാണ്? കൊൽക്കത്തയിലാണ്. സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്താണ്? സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ ലക്നൌവിലാണ്. ദെൻ അതുപോലെ തന്നെ സെൻട്രൽ പൊട്ടറ്റോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ എവിടെയാണ്? ഷിംലയിലുമാണ്. ഓക്കെ, when did Bangladesh emerge as an independent country? ഒരു ഇൻഡിപെൻഡന്റ് കൺട്രി ആയിട്ട് ബംഗ്ലാദേശ് എമർജ് ചെയ്യുന്നത് എന്നാണ്? ഒരു ഇൻഡിപെൻഡന്റ് കൺട്രി ആയിട്ട് ബംഗ്ലാദേശ് എമർജ് ചെയ്യുന്ന വർഷം എന്നാണ്? അത് 1971 കേട്ടോ. ഒരു ഇൻഡിപെൻഡന്റ് കൺട്രി ആയിട്ട് ബംഗ്ലാദേശ് എമർജ് ചെയ്യുന്ന വർഷം എന്നാണ്? 1971. ബംഗ്ലാദേശിന്റെ ക്യാപിറ്റലും ബംഗ്ലാദേശിന്റെ കറൻസി അറിയാലോ. ബംഗ്ലാദേശിന്റെ ക്യാപിറ്റൽ ആണ് എന്ത്? നിങ്ങൾക്ക് അറിയാം അല്ലെ? ബംഗ്ലാദേശിന്റെ ക്യാപിറ്റൽ ആണ് ധാക്ക. ബംഗ്ലാദേശിന്റെ കറൻസി ആണ് എന്ത്? ടാക്ക. ഓക്കെ, ബംഗ്ലാദേശിന്റെ ക്യാപിറ്റൽ ധാക്കയും ബംഗ്ലാദേശിന്റെ കറൻസി എന്താണ്? ടാക്കയുമാണ്. അപ്പൊ ഇൻഡിപെൻഡന്റ് കൺട്രി ആയിട്ട് ബംഗ്ലാദേശ് എമർജ് ചെയ്യുന്നത് എന്നാണ്? 1971. എന്നാണ്? 1971. ഈ 1971 നമ്മുടെ എക്സാമിനുള്ള വേറെ എന്തെങ്കിലും പ്രത്യേകത അറിയാമോ? ഈ 1971 ഉദയ് ശങ്കർ. ഓക്കെ, ഉദയ് ശങ്കർ ആരാണെന്ന് അറിയാം? ഉദയ് ശങ്കർ ഫാദർ ഓഫ് മോഡേൺ ഡാൻസ് ഇൻ ഇന്ത്യ. ഓക്കെ, ഉദയ് ശങ്കർ എന്നറിയപ്പെടുന്നത് ഫാദർ ഓഫ് മോഡേൺ ഡാൻസ് ഇൻ ഇന്ത്യ. ഓക്കെ, father of modern dance in India. Okay, father of
മോഡേൺ ഡാൻസ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്ന ആരെയാണ്? ഉദയ് ശങ്കറിനെയാണ്. ഓക്കെ, ഫാദർ ഓഫ് മോഡേൺ ഡാൻസ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്ന ആരെയാണ്? ഉദയ് ശങ്കറിനെയാണ്. ഇയാൾ യൂറോപ്യൻ തിയേറ്ററിക്കൽ ടെക്നിക്സിനെ നമ്മുടെ ഇന്ത്യയുടെ ക്ലാസിക്കൽ അല്ലെങ്കിൽ ഫോക്ക് ഡാൻസുമായിട്ട് മിക്സ് ചെയ്ത് പുതിയൊരു ഡാൻസ് ഫോം ക്രിയേറ്റ് ചെയ്തു. അത്തരത്തിൽ ക്രിയേറ്റ് ചെയ്ത ഡാൻസ് ഫോമിനെ ആദ്യകാലങ്ങളിൽ ഹായ് ഡാൻസ് എന്നറിയപ്പെട്ടു. ലേറ്റർ ഇറ്റ് ഈസ് നോൺ ആസ് ക്രിയേറ്റീവ് ഡാൻസ്. ഓക്കെ, അപ്പൊ ഉദയ് ശങ്കർ ഫാദർ ഓഫ് മോഡേൺ ഡാൻസ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്ന ആളാണ് ആര്? ഉദയ് ശങ്കർ. യൂറോപ്യൻ തിയേറ്ററിക്കൽ ടെക്നിക്സിനെ ഇന്ത്യയുടെ ക്ലാസിക്കൽ ഡാൻസ് അല്ലെങ്കിൽ ഫോക്ക് ഡാൻസുമായിട്ട് മിക്സ് ചെയ്ത് പുതിയൊരു ഡാൻസ് ഫോം ക്രിയേറ്റ് ചെയ്തു. ആ ക്രിയേറ്റ് ചെയ്ത ഡാൻസ് ഫോമിനെ ആദ്യകാലങ്ങളിൽ ഹായ് ഡാൻസ് അറിയപ്പെട്ടു. ലേറ്റർ ഇറ്റ് ഈസ് നോൺ ആസ് ക്രിയേറ്റീവ് ഡാൻസ്. എക്സാമിന് അഗൈൻ ഡയറക്ട്ലി ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്, ഉദയ് ശങ്കർ ഏത് ഫീൽഡുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? അപ്പൊ ആൻസറിൽ കണ്ടിട്ടുള്ളത് ഫ്യൂഷൻ ഡാൻസ് എന്നും കണ്ടിട്ടുണ്ട്. സോ എങ്ങനെ ചോദിച്ചാൽ എന്ത് ചെയ്യാൻ പാടില്ല, നമുക്ക് മാർക്ക് നഷ്ടപ്പെടാനായിട്ട് പാടില്ല. ഇവിടെ ഞാൻ പറയാനായിട്ടുള്ള കാരണം, ഈ ഉദയ് ശങ്കറിന് പത്മവിഭൂഷൺ ലഭിക്കുന്ന വർഷം ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഈ ഉദയ് ശങ്കറിന് പത്മവിഭൂഷൺ ലഭിക്കുന്ന വർഷം, ആ വർഷമാണ് ബംഗ്ലാദേശ് ഇൻഡിപെൻഡന്റ് ആവുന്നത്. ഉദയ് ശങ്കറിന് പത്മവിഭൂഷൺ ലഭിക്കുന്ന വർഷം എന്നാണ്? 1971 കേട്ടോ. 1971 ഉദയ് ശങ്കറിന് പത്മവിഭൂഷൺ ലഭിക്കുന്നത്. സോ ആ രണ്ട് കാര്യങ്ങൾ എന്ത് ചെയ്യുക, കണക്ട് ചെയ്ത് വെച്ചേക്കുക. ഉദയ് ശങ്കറിന് പത്മവിഭൂഷൺ ലഭിക്കുന്നത് എന്നാണ്? 1971. ഓക്കെ, 15ാമത്തെ ക്വസ്റ്റ്യൻ. The Gomadeshwara statue of Shravana Belgola is made up of which material? ഓക്കെ, അപ്പൊ ഗോമതേശ്വര സ്റ്റാച്യു, ശ്രാവണ ബെൽഗോളയിലുള്ള ഗോമതേശ്വര സ്റ്റാച്യു ഏത് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്? അതിന് ആൻസർ ഗ്രാനൈറ്റ് ആണ് കേട്ടോ. ഗ്രാനൈറ്റ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ശ്രാവണ ബെൽഗോളയിലുള്ള ഗോമതേശ്വര സ്റ്റാച്യു ബിൽഡ് ചെയ്തിരിക്കുന്നത് ഏത് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ്? ഗ്രാനൈറ്റ് എന്ന് പറയുന്ന മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ്. ഇത് പറഞ്ഞപ്പോഴാണ് റീസെന്റ് ലാസ്റ്റ് നടന്ന ഡൽഹി പോലീസ് കോൺസ്റ്റബിൾ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ എല്ലോറ കേസിലുള്ള കൈലാസ ടെമ്പിള് ഏത് റോക്ക് വെച്ചിട്ടാണ് മേഡ് ചെയ്തിരിക്കുന്നത്? എല്ലോറ കേവ്സിലുള്ള കൈലാസ ടെമ്പിള് ബിൽഡ് ചെയ്തത് ആരാണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അത് കൃഷ്ണ ഫസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ എല്ലോറ കേവ്സിലുള്ള കൈലാസ ടെമ്പിൾ ബിൽഡ് ചെയ്ത് കൃഷ്ണ ഫസ്റ്റ്. ആ എല്ലോറ കേവ്സിലുള്ള കൈലാസ ടെമ്പിള് ഏത് റോക്ക് വെച്ചിട്ടാണ് മേഡ് ചെയ്തിരിക്കുന്നത് ചെയ്യൽ? അതേതാണ്? അത് ബസാൾട്ട് റോക്ക് ആണ് കേട്ടോ. ഏത് റോക്കാണ്? ബസാൾട്ട് റോക്ക് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. The word monsoon is derived from dash word mausium which means season. അപ്പൊ മൺസൂൺ എന്ന് പറയുന്ന വേർഡ് ഡിറൈവ് ചെയ്യുന്നത് മൗസ്യം എന്ന് പറയുന്ന അല്ലെങ്കിൽ സീസൺ എന്ന മീനിങ് വരുന്ന മൗസ്യം എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് മൺസൂൺ എന്നത് ഡിറൈവ് ചെയ്തെടുക്കുന്നത്. അതിൽ മൗസ്യം എന്ന് പറയുന്നത് എന്ത് വേർഡാണ്? അറബിക് ആണോ, സാൻസ്ക്രിറ്റ് ആണോ, ഫ്രഞ്ച് ആണോ, ലാറ്റിൻ ആണോ? മൗസ്യം എന്ന് പറയുന്ന അറബിക് വേർഡ് കേട്ടോ, നോട്ട് ചെയ്ത് വെച്ചോ. മൗസ്യം എന്ന് പറയുന്ന അറബിക് വേർഡിൽ നിന്നാണ്, സീസൺ എന്ന് മീൻ ചെയ്യുന്ന മൗസ്യം എന്ന് പറയുന്ന അറബിക് വേർഡിൽ നിന്നാണ് എന്ത് ഡിറൈവ് ചെയ്യുന്നത്? മൺസൂൺ ഡിറൈവ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, സീസൺ എന്ന മീനിങ് വരുന്ന മൗസ്യം എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് എന്ത് ഡിറൈവ് ചെയ്യുന്നത്? മൺസൂൺ എന്നത് ഡിറൈവ് ചെയ്തു വരുന്നത്. ഓക്കെ, which dynasty built Sun Temple of Modhera? അപ്പോൾ മൊദേറ സൺ ടെമ്പിൾ ബിൽഡ് ചെയ്തത് ആരാണ്? നമുക്ക് കൊണാർക്ക് സൺ ടെമ്പിൾ ആണെങ്കിൽ അറിയാം, ആ കൊണാർക്ക് സൺ ടെമ്പിൾ ഒഡീഷയിലാണെന്ന് അറിയാം. ബ്ലാക്ക് പഗോഡ എന്നറിയപ്പെടുന്നു എന്നറിയാം. അത് ബിൽഡ് ചെയ്തത് നരസിംഹദേവനാണെന്നും അറിയാം. ഇതെന്താണ്? ഇത് മൊദേറ സൺ ടെമ്പിൾ ആണ് അല്ലെ. മൊദേറ സൺ ടെമ്പിൾ ഗുജറാത്തിലാണ്. ഓക്കെ, മൊദേറ സൺ ടെമ്പിൾ എവിടെയാണ്? ഗുജറാത്തിലാണ്. ഓക്കെ, മൊദേറ സൺ ടെമ്പിൾ എവിടെയാണ്? ഗുജറാത്തിലാണ്. മൊദേറ സൺ ടെമ്പിൾ ബിൽഡ് ചെയ്ത ഡൈനാസ്റ്റി ഏതാണെന്ന് വെച്ചാൽ അതിന് ആൻസർ സൊലങ്കി ഡൈനാസ്റ്റി ആണ് കേട്ടോ. മൊദേറ സൺ ടെമ്പിൾ ബിൽഡ് ചെയ്ത ഡൈനാസ്റ്റി ഏതാണ്? സൊലങ്കി ഡൈനാസ്റ്റി ആണ്. സൊലങ്കി ഡൈനാസ്റ്റിയിലെ റൂളർ ആയിട്ടുള്ള രാജാ ഭീംദേവ് ആണ് കേട്ടോ. ഓക്കെ, മൊദേറ സൺ ടെമ്പിൾ ഗുജറാത്തിലുള്ള മൊദേറ സൺ ടെമ്പിൾ ബിൽഡ് ചെയ്ത ആരാണ്? സൊലങ്കി ഡൈനാസ്റ്റിയിലെ റൂളർ ആയിട്ടുള്ള രാജാ ഭീംദേവ് ആണ്. ഓക്കെ, മൃഗ്നയാണി മഹൽ ഈസ് സിറ്റുവേറ്റഡ്. അപ്പൊ മൃഗ്നയാണി മഹൽ എവിടെയാണ്? അത് ഗോളിയോറിലാണ് കേട്ടോ.
മൃഗ്നാണി മഹൽ എവിടെയാണ്? അത് ഗോളിയോറിലാണ്. അതുപോലെ തന്നെയാണ് ഹവാ മഹൽ ഇല്ലേ, ഹവാ മഹൽ. പാലസ് ഓഫ് വിൻഡ്സ് എന്നൊക്കെ അറിയപ്പെടുന്ന മഹലാണ് ഇത് ഹവാ മഹൽ. പാലസ് ഓഫ് ഹവ എന്ന് പറഞ്ഞാൽ എന്താണ്? വിൻഡ്. പാലസ് ഓഫ് വിൻഡ് എന്നറിയപ്പെടുന്ന ഹവാ മഹൽ അല്ലെ. ഹവാ മഹൽ എവിടെയാണ്? ജയ്പൂരിലാണ്. ഹവാ മഹൽ എവിടെയാണ്? രാജസ്ഥാനിലെ ജയ്പൂരിലാണ്. അപ്പൊ ഹവാ മഹൽ ലൊക്കേറ്റ് ചെയ്യുന്ന എവിടെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ രാജസ്ഥാനിലെ എവിടെയാണ്? ജയ്പൂരിലാണ്. അപ്പൊ ഒരു തവണ എക്സാമിന് ഉണ്ടല്ലോ ഈ ഹവാ മഹലിന് ടോട്ടൽ എത്ര വിൻഡോസ് ആണ് ഉള്ളതെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതിന് ആൻസർ 953. ടോട്ടൽ ഹവാ മഹലിന് എത്ര വിൻഡോസ് ആണുള്ളത്? 953 വിൻഡോസ് ആണുള്ളത്. ഓക്കെ, മൃഗ്നാണി മഹൽ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്? ഗോളിയോറിലും. ഹവാ മഹൽ എവിടെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ഹവാ മഹൽ എവിടെയാണ്? ഹവാ മഹൽ എവിടെയാണ്? ജയ്പൂരിലാണ്. ഹവാ മഹലിൽ ടോട്ടൽ എത്ര വിൻഡോസ് ഉണ്ട്? 953 വിൻഡോസ്. സ്പാവോ ഡാൻസ് ബിലോങ്സ് ഫ്രം ദി ഡാഷ് റീജിയൻ ഓഫ് ഇന്ത്യ. അപ്പൊ സ്പാവോ ഡാൻസ് അല്ലെ, സ്പാവോ ഡാൻസ് എവിടെയാണ് സ്പാവോ ഡാൻസ് പെർഫോം ചെയ്യുന്നത്? അപ്പൊ സ്പാവോ ഡാൻസ് പെർഫോം ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ലഡാക്കിലാണ് കേട്ടോ. സ്പാവോ ഡാൻസ് പെർഫോം ചെയ്യുന്ന എവിടെയാണ്? ലഡാക്കിലാണ്. സ്പാവോ ഡാൻസ് പെർഫോം ചെയ്യുന്ന എവിടെയാണ്? ലഡാക്കിലാണ്. ഓക്കെ, സ്പാവോ ഡാൻസ് പെർഫോം ചെയ്യുന്ന എവിടെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ലഡാക്കിലാണ്. അതുപോലെ തന്നെ ലഡാക്കിൽ ചോദിച്ചിട്ടുള്ള ഒരു ഡാൻസ് ആണ് ഷൊണ്ടോൾ ഡാൻസ്. അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് കേട്ടോ, ഷൊണ്ടോൾ ഡാൻസ്. അപ്പൊ ഷൊണ്ടോൾ ഡാൻസും എവിടെയാണ്? ലഡാക്കിലാണ്. അപ്പൊ സ്പാവോ ഡാൻസും ഷൊണ്ടോൾ ഡാൻസും രണ്ടും എവിടെയാണ്? രണ്ടും ലഡാക്കിലാണ് കേട്ടോ. സ്പാവോ ഡാൻസും ഷൊണ്ടോൾ ഡാൻസും രണ്ടും എവിടെയാണ്? ലഡാക്കിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. ഇൻ വിച്ച് ഇയർ ഇബാദത്ത് ഖാന ഹൗസ് ഓഫ് വർഷിപ്പ് വാസ് ഇറക്റ്റഡ് ബൈ അക്ബർ? അപ്പൊ ഡയറക്ട്ലി ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഇബാദത്ത് ഖാന അല്ലേ. ഇബാദത്ത് ഖാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൗസ് ഓഫ് വർഷിപ്പ് ചെയ്യാനുള്ള സ്ഥലം, ഹൗസ് ഓഫ് വർഷിപ്പ്. അതാണ് ഇബാദത്ത് ഖാന എന്ന് പറയുന്നത്. ഈ ഇബാദത്ത് ഖാൻ ഇറക്റ്റ് ചെയ്യുന്ന ആരാണ്? അത് അക്ബർ ആണ്. ഇത് എവിടെയുള്ളത്? ഫത്തേപൂർ സിക്രിയിലാണ്. എവിടെയാണ്? ഫത്തേപൂർ സിക്രി. ഈ ഫത്തേപൂർ സിക്രി എവിടെയാണ്? അത് ഉത്തർപ്രദേശിലാണ് കേട്ടോ. ഇബാദത്ത് ഖാന എന്ന് പറയുന്നത് ഹൗസ് ഫോർ വർഷിപ്പ്. അത് എവിടെയാണ് ഉള്ളത്? ഇബാദത്ത് ഖാന എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസർ എവിടെയാണ്? ഇബാദത്ത് ഖാന ഉള്ളത് ഫത്തേപൂർ സിക്രിയിലാണ്. ഫത്തേപൂർ സിക്രി എവിടെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ എന്താണ്? ഫത്തേപൂർ സിക്രി ഉത്തർപ്രദേശിലാണ്. ഇത് ഇറക്റ്റ് ചെയ്യുന്ന വർഷമാണ്, ഇറക്റ്റ് ചെയ്യുന്ന ആരാണ്? നമ്മുടെ അക്ബർ ആണ്. അപ്പോ ഉത്തർപ്രദേശിലെ ഫത്തേപൂർ സിക്രിയിലുള്ള ഇബാദത്ത് ഖാന എന്ന് പറയുന്ന വർഷിപ്പിന് വേണ്ടിയുള്ള ഹൗസ് ഇറക്റ്റ് ചെയ്യുന്നത് അക്ബർ ഇൻ ദ ഇയർ 1575 1575. ഓക്കെ, 1575 അക്ബർ ഇബാദത്ത് ഖാന എന്ന് പറയുന്ന ഹൗസ് ഫോർ വർഷിപ്പിന് വേണ്ടിയുള്ള ഹൗസ് എന്ത് ചെയ്യുന്നു? ഇറക്റ്റ് ചെയ്യുന്നു. ഏത് വർഷം മറക്കല്ലേ? 1575. 1575 ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ നമ്മള് 20 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. പക്ഷെ 20 ക്വസ്റ്റ്യൻസ് ആണോ? അല്ല, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് കണക്റ്റഡ് ഫാക്റ്റുകളും പറഞ്ഞിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ആയിട്ട് പല എക്സാംസിന് ചോദിച്ചിട്ടുള്ള ഓരോ പോയിന്റ്സുമാണ്, ഓരോ ക്വസ്റ്റ്യൻസുമാണ് ഓരോ പോയിന്റ്സ് ആയിട്ട് പറഞ്ഞു തന്നിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ കണക്ട് ചെയ്ത് പറയുന്ന ഫാക്റ്റ് കൂടെ ചേർത്തിട്ട് വേണം പഠിക്കാൻ. ക്വസ്റ്റ്യൻ ആൻസർ ഫോർമാറ്റിൽ പഠിക്കാതെ അഡീഷണൽ പറഞ്ഞു തരുന്ന പോയിന്റ്സ് കൂടി നോട്ട് ചെയ്ത് ക്ലിയർലി പഠിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്തൊരു വീഡിയോയിൽ കാണാം. Okay, and happy learning to all.